17 പേജുള്ള വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഈ 17 പേജിൽ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട 7 ഭരണഘടനാ വിഷയങ്ങളുണ്ടായിരുന്നു. ആ 7 ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ കൂടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ വാദം സമർപ്പിച്ചിരിക്കുകയാണ്. അതായത് ഒരു പ്രത്യേക മതാചാരമോ വിശ്വാസമോ യുക്തിയെയോ വികാരത്തെയോ ആകർഷിക്കുന്നുണ്ടോ എന്നതല്ല, മറിച്ച് ആ വിശ്വാസം മതത്തിന്റെ, തൊഴിലിന്റെയോ ആചാരത്തിന്റെയോ ഭാഗമായി യഥാർത്ഥമായും മനസാക്ഷിപരമായും നിലനിർത്തുന്നുണ്ടോ എന്നതായിരിക്കണം എന്നാണ് ഇപ്പോൾ സംസ്ഥാനം ഈ ഒരു വാദത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും മതാചാരത്തെക്കുറിച്ചുള്ള ഏതൊരു ജുഡീഷ്യൽ റിവ്യൂവും ആ മതത്തിലെ മതപണ്ഡിതരുമായി, അല്ലെങ്കിൽ അതേത് മതമാണോ ആ മതത്തിലെ മതപണ്ഡിതരുമായും ഒപ്പം തന്നെ പ്രശസ്തരായ സാമൂഹിക പരിഷ്കർത്താക്കളുമായി വിപുലമായ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കണം. അതായത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാനം നൽകിയ സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് ശബരിമല വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇത്തരത്തിൽ നേരത്തെ നൽകിയതിൽ പറഞ്ഞിരുന്ന നിലപാടെന്നുള്ളത് ശബരിമലയിൽ ആരെയും വിലക്കരുത്. ഒപ്പം തന്നെ പറഞ്ഞിരുന്നു ഈ മതപണ്ഡിതർ, ഈ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട മതപണ്ഡിതരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ച ആ സമിതി ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കട്ടെ എന്നതായിരുന്നു സംസ്ഥാനം അറിയിച്ചത്. എന്നാൽ ഇത്തവണ സംസ്ഥാന സർക്കാർ ഈ വാദം നൽകുമ്പോൾ അതിൽ ഈ ആരെയും വിലക്കരുത് എന്നുള്ള ഭാഗം അത്തരമൊരു പരാമർശമില്ല, മറിച്ച് മറ്റ് പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് മതപരമായ ഇത്തരം കാര്യങ്ങളിൽ പണ്ഡിതന്മാരുടെയും പ്രശസ്തരായ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും വിപുലമായ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമായിരിക്കണം ഒരു ജുഡീഷ്യൽ റിവ്യൂയിലേക്ക് കടക്കേണ്ടത് എന്ന തരത്തിലാണ് ഇപ്പോൾ സംസ്ഥാനം ഇത്തരമൊരു വാദം സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 2007 എതിർ സത്യവാങ്മൂലത്തിലെ വാദം അതായത് ഞാൻ ഈ പറഞ്ഞ ഭാഗം ഈ നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന വാദത്തിലും സംസ്ഥാനം ആവർത്തിക്കുന്നുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും മതപണ്ഡിതരുടെയും അഭിപ്രായങ്ങൾ ഒരു നിഷ്പക്ഷ അധികാരി എന്ന നിലയിൽ വിലയിരുത്തിയ ശേഷം കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം എന്നതാണ് സംസ്ഥാനം ഇപ്പോൾ ഈ വാദങ്ങൾ എഴുതി നൽകിയ വാദങ്ങളിൽ പ്രധാനമായും പറയുന്നത്. അതായത് ഈ നേരത്തെ ഈ വിഷയത്തിൽ 2007 സംസ്ഥാന സർക്കാർ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നൽകിയ സത്യവാങ്മൂലത്തിൽ അതിൽ ഒരു വരി, ആ വരിയെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. അതായത് ഈ ശബരിമലയിൽ ആരെയും വിലക്കരുത് എന്നുള്ള പരാമർശം ഒഴിവാക്കിക്കൊണ്ട് മറിച്ച് പഴയ കാര്യങ്ങൾ വീണ്ടും സർക്കാർ ആവർത്തിക്കുന്നുണ്ട്.